സർക്കാർ നടപ്പിലാക്കിയത്. അപ്പൊ അങ്ങനെ 2002 ബി ഉൻവാൻ ഈ മായി 2002 2002 ഇവര് യോഗം കൂടിയത്. ബി ഉൻവാനി ആലമുൻ മുനാസിബുൻ ലിൽ അത്ഫാൽ. ഓക്കെ, UN ആ യോഗം കൂടിയപ്പോ UN ആ യോഗത്തിന് ഒരു മോട്ടോ വെച്ചെന്താണ്, അതിന്റെ ആ യോഗത്തിന്റെ മോട്ടോ എന്തെയ്യുന്നത്, ആലമുൻ മുനാസിബുൻ ലിൽ അത്ഫാൽ എന്ന് പറഞ്ഞാണ്. ആലമുൻ മുനാസിബുൻ ലിൽ അത്ഫാൽ, അതായത് കുട്ടികൾക്ക് കുട്ടികൾക്ക് യോജിച്ച ലോകം, കുട്ടികൾക്ക് യോജിച്ച ലോകം. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. UN-ന്റെ മോട്ടോ ഇപ്പൊ എന്ത് ചെയ്ത് കറക്റ്റായി വന്നു. ഇപ്പൊ കുട്ടികളെ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് ക്ലാസ് റൂമിൽ പോകാൻ പേടിയാണ് അല്ലേ? അതാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. എന്നിട്ട് അതിൽ പ്രശ്നം വരുമ്പോൾ അത് മുഴുവൻ ടീച്ചേഴ്സിലോ അതാണ് മുഹിമ്മത്തുൽ ലജ്നത്തിൽ മുഹാഫള അലാ ഹുഖൂഖിൻ അസാസിയ വ ഹുഖൂഖിൽ അത്ഫാൽ അല്ലതി യുഅക്കിദുഹ അദ്ദസ്തൂർ. ഭരണഘടനയും ഉറപ്പുവരുത്തുന്നുണ്ട്, ഈ കുട്ടികളുടെ അവകാശ ഭരണഘടനയും ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഇതുണ്ട്, എന്ത് കൗൺസിലിംഗ് ഉണ്ട് അല്ലേ? ഒരു കുട്ടി നമ്മളോട് മൂത്രയിക്കാണ്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാണ്ട് പറഞ്ഞാല് ആ കുട്ടി അപ്പൊ പോയി വന്നിട്ടുള്ളെങ്കിലും ഇപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും, എന്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവാം, വെള്ളം കുടിക്കാണ്ട് അപ്പൊ അവനെ വിടും. വിട്ട് അവനെ അങ്ങോട്ട് എത്തി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവൻ പറയും മൂത്രയിക്കാണ്ട് പറയും. അപ്പൊ വീണ്ടും വിടണം, മനസ്സിലാവണ്ട? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ട് പറയും, അപ്പോഴും വിടണം. വിട്ടിട്ടാണെങ്കിൽ അതും പ്രശ്നമാണ്. ഇനി അടുത്ത മെന്ററിങ്, തൗജീഹു തർബവി, മെന്ററിങ് ആണ്. അപ്പൊ മെന്ററിങ്ങിന് എന്താ അറബി വാക്ക്? തൗജീഹു തർബവി. കാനൂനു ഹക്ക് തർബിയ യറാൽ മുഅല്ലിം. ഇവിടെ അധ്യാപകന് ഇതാക്കുന്നത് മുവജ്ജിഹൻ തർബവിയൻ, ഒരു മെന്ററായിട്ടാണ്. ഇതിന്റെ കീഴിൽ ഇതിന്റെ കീഴിൽ എന്താണ്, അധ്യാപകനൊരു മെന്ററാണ്. എല്ലാ അധ്യാപകൻ എന്നുള്ള ഒരു എന്താ പറയാ എന്താണ് കേട്ടില്ല? മെന്ററിന് എന്താ അറബി പറയാ? മുവജ്ജിഹ്, മുവജ്ജിഹൻ തർബവിയൻ. അപ്പൊ അധ്യാപനം എന്തല്ല, അതാണ് ഇപ്പൊ ഇത് ചോദിക്കുന്നത് PSC-യിലും കാറ്ററ്റിലൊക്കെ ചോദിക്കുന്നത്. എന്താണ് ചൈത്രത്തു തുല്ലാബ്, അത് ഓപ്ഷനിൽ തരുന്നത് എന്താണ്, കുട്ടികളെ അടുക്കി ഭരിക്കുന്ന ഒരാളല്ല അധ്യാപകൻ. അപ്പൊ അതാണ് നമ്മളവിടെ എഴുതേണ്ടത് അല്ലേ? കാരണം അങ്ങനത്തെ ഒരാളല്ല അധ്യാപകൻ. ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അങ്ങനത്തെ അധ്യാപകന് പാടില്ല ആണ് ആ തരുന്ന ഓപ്ഷൻ. നമ്മളത് പോയി കർപ്പിക്കുകയും ചെയ്യും. അപ്പോ അതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരിക. ചൈത്രത്തു അലത്തുല്ലാബ് അവിടെ പാടില്ല അല്ലേ? അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇതിൽ നിന്നാണ് വരുന്നത്. ഹുനാക അഹ്മിയത്തുൻ ബാലിയ, ഇവിടെ വളരെ പ്രധാനമുണ്ട്. വമീസത്തുൻ കബീറ, വലിയ വ്യത്യാസമുണ്ട്, വലിയ സവിശേഷതയുണ്ട് അല്ലെങ്കിൽ വ്യതിരക്തതയുണ്ട്. ഫി മൻസൂർ തത്വീരിൽ മദ്രസി അഷാമിൽ തൗജീഹ് തർബവി. ഈ ഒരു മെൻഡറിങ്ങിന്, വിദ്യാഭ്യാസ മെൻഡറിങ്ങിന് സ്കൂളിന്റെ ഓൾറൗണ്ട് കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് പരിഗണിക്കണം. യൽസിമു തർജീഹ് തർബവി ഷാമിൽ തഅക്കീദ് നവാത്തുജ് താലിമിയ. അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസിനെ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ഈ മെന്ററിങ് ചെയ്യേണ്ടത്. അപ്പോൾ മെന്ററിങ് ചെയ്യേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലേണിംഗ് ഔട്ട്കംസിനെ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ്, തഅക്കീദ് ചെയ്യുന്ന രീതിയിലാണ്. യൽസിമു ഇജ്റാഉ തർബിയ ബിഹുബ്ബിൽ ഫിൽ മദ്രസ. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടുപോകുന്നത് പിന്നെ മദ്രസയോടുള്ള ഒരു ഇഷ്ടം കുട്ടികളുണ്ടാവണം, മദ്രസയ്ക്ക് വരാനുള്ള, സ്കൂളിലേക്ക് വരാനുള്ള ഇഷ്ടം ഉണ്ടാവണം. ഹത്താ തസീറുൽ മദ്രസ, അവസാന മദ്രസ ആയി തീരണം. ദാറൻ, വീടാവണം. മദ്രസ എന്താവണം? വീടാവണം. യഹിസ്സു മിൻഹ ദാരിസു, അവിടെ നിന്ന് കുട്ടിക്ക് ഇങ്ങനെ ബോധ്യപ്പെടണം, അവന്റെ സെൻസറിയേറ്റീവ് ബോധ്യപ്പെടണം. അൽ ഹുബ്, ഇഷ്ടം ബോധ്യപ്പെടണം. വൽ ഇനായ, പരിഗണന ഉണ്ടാവണം. വശുഊറു ബിൽ അംന്, നിർഭയത്വം ഉണ്ടാവണം. വൽ ഇഅ്തിറാഫ്, കുട്ടി സ്വയം തിരിച്ചറിയണം. മസ്ഊലിയ, അവനിക്ക് ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ
ഈ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യില്ല, അധ്യാപന്റെ ഉത്തരവാദിത്വം പൂർത്തിയാവില്ല. അപ്പൊ നമ്മള് ടെക്സ്റ്റ് പുസ്തകം വായിച്ചാണ്ട് ഇങ്ങനെ പോന്നാല്, അതിൽ കുറച്ച് ആക്ടിവിറ്റിയും കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോന്നാല്, ഹോംവർക്കൊക്കെ കൊടുത്തുകൊണ്ട് പോന്നാല് അധ്യാപകന്റെ റോള് കഴിഞ്ഞെന്ന് ആരും വിചാരിക്കണ്ട. ഇപ്പൊ അങ്ങനല്ല കേട്ടാ. മുദ്രസി. അപ്പൊ കുട്ടി അധ്യാപന മേലെ എന്തൊക്കെയുണ്ട്, എന്താണ് മാരിഫത്തൻ ഖൽഫിയ, അവന്റെ ഖൽഫിയത്തെ ദാരിസീൻ പിന്നെ ഫർദിയ. ഓരോ കുട്ടികളുടെ വ്യക്തിപരമായിട്ടുള്ള പിന്നാമ്പുറം അറിയണം. കുട്ടികളുടെ പിന്നാമ്പുറം, അതായത് കുട്ടികളുടെ പിന്നാമ്പുറം മുന്നാമ്പുറം ഒക്കെ അറിയണം. മനസ്സിലാവുണ്ടാ? ഓരോ കുട്ടീനെയും സമഗ്രമായി പഠിക്കണം. അധ്യാപകൻ എന്ത് ചെയ്യണം? അതിനാണ് എന്താണ് സംയുക്ത ഡയറി അറിയാം അല്ലേ? കുട്ടികളെ എല്ലാ വിവരങ്ങളും ആ സംയുക്ത ഡയറി വേണം അല്ലേ? ഷിഫ്റ്റ് ടീച്ചർ അല്ലേ സംയുക്ത ഡയറി? സംയുക്ത ഡയറി അതല്ല, പിന്നെ എന്താണ് അതിനൊരു പേരുണ്ടല്ലോ വേറെ? അത് സഹിതാണ് മാഷ് പറയുന്നത്. അതിലാണ് കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസ് ഉള്ളത്. സംയുക്ത ഡയറി എന്ന് പറഞ്ഞാൽ ആ കുട്ടി പിന്നെ പഠിക്കുന്ന ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഒരു ഡയറി പോലെ എഴുതുക. അതാണ് സംയുക്ത ഡയറി. അവന്റെ അത് അവന് പറ്റാത്തത് രക്ഷിതാക്കൾ എഴുതി കൊടുക്കുക. അപ്പൊ ആ രക്ഷിതാക്കൾ എഴുതിയത് വേറെ തന്നെ വട്ടിടണം, ഇവൻ എഴുതിയത് വേറെ തന്നെ. അപ്പൊ ബാക്കി അവൻ പഠിച്ചെടുക്കണം. കുട്ടികളെ സകല ഡീറ്റെയിൽസ് ഉള്ള എന്താണ് സഹിതം അല്ലേ? അപ്പൊ എല്ലാവിധ ഡീറ്റെയിൽസ് എടുക്കണം. അപ്പോ പാഠം പഠിപ്പിച്ച് അവർക്കുള്ള വർക്ക് കൊടുത്ത് അതിങ്ങനെ ശരിയിട്ട് പിന്നെ അതിൽ തെറ്റും ശരിയും കണ്ടെത്തിയാണ്ട് മാത്രം പോരാ. കുട്ടീനെ സംബന്ധിച്ച് എല്ലാ വിവരവും, കുട്ടീന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, കുട്ടിക്ക് ആരുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, കുട്ടിക്ക് ആരാണ് പിന്നെ ദേഷ്യമുള്ളത്, ഇതൊക്കെ നമ്മൾ അറിയണം. കുട്ടിക്ക് എന്തിനോടാണ് സ്നേഹം, അത് പിന്നെ മൃഗങ്ങളോടാണോ പക്ഷികളോടാണോ, അങ്ങനെയാണെങ്കിൽ ഏത് പക്ഷിനോടാണ്, ഏത് മൃഗത്തോടാണ്, അതിന്റെ കാരണം എന്താണ്, ഏത് മൃഗമാണ് ഇത് പിന്നെ ദേഷ്യം, അതൊക്കെ നമ്മൾ അറിയണം. ഏത് പക്ഷിയോടാ ദേഷ്യം, പിന്നെ അതുപോലെ തന്നെ കുട്ടി സിനിമ കാണുന്നുണ്ടോ അതൊക്കെ അറിയണം. മനസ്സിലുണ്ടോ? കുട്ടി എന്തൊക്കെ ചെയ്യണുണ്ടോ അതൊക്കെ നമ്മൾ അറിയണം. യുഡൈസ് ഒക്കെ ചെയ്തല്ലോ, യുഡൈസിലും അങ്ങനെയാണ്. ഒരുപാട് കുട്ടികളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചെയ്തല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ പുതിയ PSC പോകുമ്പോ ഇപ്പൊ എന്താ വെച്ചാൽ ഇതൊക്കെ ഭയങ്കര പിന്നെ ചർച്ചാ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇനി ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നാല് അല്ലെങ്കിൽ ഇന്റർവ്യൂലൊക്കെ വന്നാല് നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മള് മീറ്റിങ്ങിലൂടെ ഒക്കെ കുറെ ഇന്റർവ്യൂ സംബന്ധമായിട്ട് കുറെ ഒക്കെ അപ്പൊ ഇതിന് അധ്യാപനം എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ അറിയാൻ അവന്റെ കുടുംബപരമോ അവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു സമഗ്രമായി പഠിക്കാൻ അധ്യാപകന് അവന്റെ വീട് സന്ദർശിക്കണം. വേണ്ടേ? അതാണ് വേണ്ടത്. അത് വേണം. പിന്നെ പേരൻസുമായിട്ടൊരു കണക്ഷൻ വേണ്ടേ? അതും വേണം. പിന്നെ കുട്ടികളെ നിരന്തരം കുട്ടികളെ നിരന്തരം ഒബ്സർവ് ചെയ്യണം. മുലാഹദത്ത് ദാരിസിനെ മുസ്തമിറ, കുട്ടികൾ നിരന്തരം ഒബ്സർവ് ചെയ്യണമാണോ? അങ്ങനെ ആകുമ്പോൾ